ഒരു പുരുഷന് സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ, ഒരു സ്ത്രീക്ക് പുരുഷന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റുമോ? ഭാര്യക്ക് ഭർത്താവിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യയുടെ മയ്യത്തും കുളിപ്പിക്കാം. ഒരു സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അനുവാദമുള്ള ഒരേ ഒരു പുരുഷൻ ഭർത്താവ് മാത്രമാണ്. ഒരു പുരുഷന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അനുവാദമുള്ള സ്ത്രീ ഭാര്യ മാത്രമാണ്. ഒരു മകൻ മരിച്ചാൽ ഉമ്മാക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല. ഉമ്മ മരിച്ചാൽ മകൻക്കും മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല. മകൾ മരിച്ചാൽ വാപ്പാക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല. വാപ്പ മരിച്ചാൽ മകൾക്കും മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല. ഒരു സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അനുവാദമുള്ള ഒരേ ഒരു പുരുഷൻ ആ സ്ത്രീയുടെ ഭർത്താവാണ്. ഒരു ഭർത്താവിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അനുവാദമുള്ളത് സ്ത്രീ എന്ന നിലക്ക് ഭാര്യയ്ക്ക് മാത്രമാണ്. വേറൊരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കാനുള്ള അനുവാദം ഇല്ല. എന്നാൽ 7 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ, ഇപ്പം ഇബ്നു ബാസ് റഹിമഹുല്ലാഹും ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയൊക്കെ പറയുന്നുണ്ട്, 7 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്. ഒരു ആൺകുട്ടി മരിച്ചു, ആ കുട്ടിക്ക് 5 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടിയുടെ മയ്യത്ത് എന്ത് ചെയ്യാം? സ്ത്രീകൾക്ക് കുളിപ്പിക്കാം. അല്ലെങ്കിൽ 7 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി മരിച്ചു, 4 വയസ്സാണ്. ആ പെൺകുട്ടിയുടെ മയ്യത്ത് എന്ത് ചെയ്യാം? പുരുഷന്മാർക്ക് കുളിപ്പിക്കാം. അതിനുള്ള തെളിവ് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, മാരിയത്തുൽ കിബ്തിയയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ മകനാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ആ കുട്ടി മുലകുടി പ്രായത്തിലാണ് മരിക്കുന്നത്. ആ കുട്ടി മരിച്ച സമയത്ത് ആ കുട്ടിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് സ്ത്രീകളായിരുന്നു, പെണ്ണുങ്ങളായിരുന്നു. അപ്പോൾ 7 വയസ്സിന് താഴെയുള്ള ഒരു ആൺകുട്ടി മരിച്ചാൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം? ആ കുട്ടിയുടെ മയ്യത്ത് കുളിപ്പിക്കാം. 7 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി മരിച്ചാൽ ആ പെൺകുട്ടിയുടെ മയ്യത്ത് വേറെ പുരുഷന്മാർക്കും കുളിപ്പിക്കാവുന്നതാണ്. ഇനി ഭർത്താവിന് ഭാര്യയുടെയും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയും മയ്യത്ത് കുളിപ്പിക്കാം എന്നതിനുള്ള തെളിവ് ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയത്ത് നബിക്ക് നല്ല തലവേദനയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ മറമാടിയിട്ടുള്ള ബഖീയിൽ പോയിട്ട് തിരിച്ചു വരാൻ. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ആയിഷ ബീവിയും നബിനെ കാത്തിരിക്കാൻ. അപ്പം നബി വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് നല്ല തലവേദനയുണ്ട്. അപ്പോൾ ആയിഷ ബീവിയും പറഞ്ഞു, എനിക്കും തലവേദനയുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ മുത്തി ഖബ്ലി ലഗസ്സൽതുകി വകഫൻതുകി വസല്ലൈതു അലൈകി. ആയിഷ, നീ എന്നെക്കാളും മുമ്പ് മരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കുളിപ്പിക്കും, ഞാൻ നിന്നെ കഫൻ ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കും. അപ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല സുഖമായല്ലോ, നിങ്ങളെക്കാളും മുമ്പ് ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പെണ്ണുങ്ങളെ കൂടെ കഴിയാലോ, ബാക്കിയുള്ളവരൊപ്പം നിങ്ങൾക്ക് നല്ല സുഖിച്ച് ജീവിക്കാലോ എന്ന് ആയിഷ ബീവി ഇങ്ങനെ തമാശക്ക് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്കാണ് തെളിവ്. ലൗ മുത്തി ഖബ്ലി, നീ എൻ്റെ മുമ്പ് മരിക്കുകയാണെങ്കിൽ ലഗസ്സൽതുകി, ഞാൻ നിന്നെ കുളിപ്പിക്കും. അപ്പോൾ ഒരു ഭാര്യ മരിച്ചാൽ എന്ത് ചെയ്യാം? ഭർത്താവിന് മയ്യത്ത് കുളിപ്പിക്കാം. അതുപോലെ തന്നെ അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് അസ്മാ റളിയല്ലാഹു അൻഹയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ ഫാത്തിമ ബി വസിയത്ത് ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണമായ പൊന്നുമോള് ഫാത്തിമയുടെ വസിയത്താണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുളിപ്പിക്കേണ്ടത് ആരാ? ഫാത്തിമ ബിൻ്റെ ഭർത്താവ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് വസിയത്ത് ചെയ്തിരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് മയ്യത്ത് കുളിപ്പിക്കാം, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്കും മയ്യത്ത് കുളിപ്പിക്കാം. ഇതല്ലാതെ ഒരു സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേറൊരു പുരുഷന് അനുവാദം ഇല്ല. ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ വേറൊരു സ്ത്രീക്കും കുളിപ്പിക്കാൻ അനുവാദമില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമാണ് ഈ വിധികൾ ഉള്ളത്. എന്നാൽ 7 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കുന്നതിൽ വിരോധവും ഇല്ല എന്നുള്ളതാണ്.